ഈവനിങ്. എത്ര പറഞ്ഞാലും മതി വരാത്ത പ്രിയപ്പെട്ട ഒരു ഇഷ്ടം. നന്ദിത ടീച്ചർ. എങ്ങനെ പറയണമെന്നറിയില്ല, എങ്കിലും മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും പ്രത്യേക ഒരു ഇഷ്ടത്തോടെ ഞാൻ സൂക്ഷിക്കുന്നു. നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ് പോയിട്ട് 25 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ടീച്ചറിൻ്റെ കവിതകൾ നമ്മൾ ഓർത്തിരിക്കുന്നു. ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച ഒരു പിടി കവിതകൾ. എങ്ങനെയൊക്കെയോ അത് നമ്മളിലേക്ക് എത്തുന്നു. ഒരു പക്ഷേ എത്തിപ്പെടാൻ ഒരുപാട് താമസിച്ചു പോയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആകസ്മികമായ ടീച്ചറിൻ്റെ മരണം വലിയൊരു നഷ്ടം തന്നെയാണ്. ടീച്ചറിൻ്റെ കവിതകൾ എന്നും ഒരു വേദനയായിരുന്നു. ഒരു നഷ്ടഹൃദയമാണെന്ന് തന്നെ പറയാം. എന്തൊക്കെയോ വിരഹദുഃഖം മനസ്സിൽ സൂക്ഷിച്ച് ജീവിതത്തിനെ വേണ്ട എന്ന് പറഞ്ഞ് സ്വയം വിടവാങ്ങിയ ഒരു തീരാനഷ്ടം. നന്ദിത ടീച്ചറിൻ്റെ ഒരുപാട് എഴുത്തുകളിൽ എനിക്കിഷ്ടപ്പെട്ടത് ഈ വരികളാണ്. സാഗരത്തിൻ്റെ അനന്തതയിൽ നിന്നും സ്വപ്നങ്ങൾ അറുത്തെടുത്തിട്ട് ഇനി ഞാൻ തിരിച്ചു പോകട്ടെ. വരികളെ അന്വർത്ഥമാക്കിക്കൊണ്ട് ടീച്ചർ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്നും 1999 വിടവാങ്ങി. വയനാട് ജില്ലയിലെ പ്രശാന്തി എന്ന ഒരു കൊച്ചു വീട്ടിൽ ജനിച്ച ടീച്ചർ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അധ്യാപക ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനുശേഷം ആരുമറിയാതെ ടീച്ചർ എഴുതിയ കവിതകൾ മരണത്തിന് ശേഷം നമ്മളെല്ലാവരും തിരിച്ചറിയുന്നു. മനഃശാസ്ത്രപരമായി എന്തൊക്കെയോ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും വിരഹദുഃഖം ടീച്ചറിനുണ്ടാവില്ലായിരുന്നു. 2016 അവസാന ഡിസംബർ ആ ഒരു സമയത്തായിരിക്കണം ഞാൻ നന്ദിത ടീച്ചറിൻ്റെ എഴുത്തുകളുമായിട്ട് അടുത്തത്. അന്ന് തൊട്ട് എന്തോ ഒരു പേഴ്സണൽ അടുപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു വേദന, ആ ഒരു വിരഹം, ഒരു ട്രാൻസ്ഫറൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം, എന്താണ് കാര്യമെന്നറിയില്ല, പക്ഷേ ആ എഴുത്തുകളോടൊരു സ്നേഹം തോന്നുന്നു. ടീച്ചറിൻ്റെ സ്മരണ ഇപ്പോൾ പുതുക്കണമെന്ന് തോന്നി. താങ്ക് യു.